ഇന്ന് നമ്മൾ പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്ന കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്യുവർ കാഞ്ചീപുരം സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്ന ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേരെ വെച്ച് അങ്ങനെ ടോട്ടൽ 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ എല്ലാം പീസസ് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ainsboutique.com ആണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്. നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക. നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു ലൈറ്റ് മെറൂൺ ടോണിൽ വന്നിരിക്കുന്ന സാരിയാണ്. സാരി നമ്പർ 11,250, 11,250. അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2 ബോർഡറിലും ഇതേപോലെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ത്രെഡ് വീവ് ഡിസൈനാണ്. അതെ, 2 ബോർഡറിലും ഈ ഒരു വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പം ഏകദേശം ഒരു സ്റ്റെം ആൻഡ് ഫ്ലവർ, ഒരു ബഡ്, അങ്ങനെ ആ ഒരു ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോഴും നമുക്ക് അതുപോലെയുള്ളൊരു വീവ് ഡിസൈനാണ് വരുന്നത്. ഒരു ഫ്ലവർ ഡിസൈൻ, ഫ്ലവറും സ്റ്റെമ്മും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ. പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസാണ്. സ്ലീവെൻറ്റിൽ ബോർഡർ ഇല്ല, പ്ലെയിൻ ബ്ലൗസ്. ടാസിൽസൊക്കെ കെട്ടാനായിട്ട് നൂലൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി. അതെ, ഇതാണ് സാരി വരുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ഈ ബോർഡേഴ്സ് വരും കേട്ടോ. ഇത് ഉള്ളിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ഈ ഒരു ബോർഡേഴ്സ് വരും. സാരി നമ്പർ 1 ആണിത്. ഒരു ലൈറ്റർ മെറൂൺ ടോൺ, ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല, ലൈറ്റർ മെറൂൺ ടോൺ, സാരി നമ്പർ 1. അടുത്ത് വരുന്ന സാരി നമ്പർ 2. ഇതൊരു സഫയർ ഗ്രീനിൻ്റെ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ടോൺ, സാരി നമ്പർ 2. ഇതിൻ്റെ ബോഡിയിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു ഡിസൈനാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാട്ടോ. സഫയർ ഗ്രീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചും കൂടെ നല്ല ലൈറ്റർ ഒരു ടോണാട്ടോ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 11,250 ആണ്. മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് പീസാണ് വരുന്നത്. സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. ടാസിൽസ്, ഇതിൻ്റെ ടാസിൽസ് കെട്ടിയിട്ടുണ്ട്. ഫുൾ ബോഡി ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ്, ഒരു സെറിവി പാറ്റേൺ ആണ് ഓൾ ഓവർ ദ ബോഡി. പക്ഷേ ഇങ്ങനെ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. നമുക്കിതിങ്ങനെ ഉടുത്താലും സാധാരണ ഈ ബ്രൊക്കേഡ് കൊടുക്കുന്ന പോലെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ടൈപ്പ് വർക്കല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. സാരി നമ്പർ 2 നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിഷ് ടോൺ. അടുത്തത് വരുന്നത് അതിൻ്റെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, ഒരു വൈൻ പേർപ്പിൾ ടോൺ. വൈൻ പേർപ്പിൾ. സാരി നമ്പർ 3. അതിൻ്റെ ബോർഡറിലാണ് ഇങ്ങനെ ഡിസൈൻ വരുന്നത് കണ്ടോ. ബോർഡർ ഡിസൈൻ ഇങ്ങനെ വരും. 2 ബോർഡറിലും ആ ഒരു ഡിസൈൻ വരും. സാരി നമ്പർ 3. 2 ബോർഡറിലും ഈ ഒരു ഡിസൈൻ വരും. മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇതും 11,250 ആണ് റേറ്റ് വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. മുന്താണി ഇങ്ങനെ സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ് കണ്ടോ. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം നമുക്ക് ബോർഡർ ഡിസൈൻ
നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഉടുക്കാനും നല്ല സുഖമാണ് കേട്ടോ. ഇത് ഇങ്ങനെ രണ്ട് ബോർഡറിലും ഈ ഒരു ഡിസൈൻ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പാറ്റേൺ അതിനകത്ത് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല രസമാണ്. ചുറ്റിനും വരുമ്പോൾ ആ ഒരു ത്രെഡും ഗോൾഡനും കൂടെ ചേർന്നിട്ട് സെൻറ്ററിൽ ഗോൾഡൻ മാത്രമായിട്ടുള്ള ഒരു വർക്ക്. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പം 4ഉം 3യും 4ഉം ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. 4 വരുമ്പോൾ കറക്റ്റ് ഒരു വൈൻ ആ ഒരു ഷെയ്ഡ്. ഇതാണ് 3. കണ്ടോ, 3 വരുമ്പോൾ ഇച്ചിരി കൂടെ പർപ്പിൾ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. ഇതാണ് 4ഉം സെയിം ഡിസൈൻ തന്നെയാണ്. ബോർഡറിൽ മാത്രം ഡിസൈൻ, 2 ബോർഡറിലും ഡിസൈൻ വരും, മുന്താണിയിലും ഡിസൈൻ. സാരി നമ്പർ 4 11,250. അടുത്തത് വരുന്നത് ഇത് നല്ലൊരു ഒണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 5. അതിനകത്ത് നിറച്ച് ഡിസൈനല്ല, ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ബോഡിയിൽ. കണ്ടോ, ബോഡിയിൽ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഡിസൈൻ. മുന്താണി ഡിസൈൻ വരുമ്പോൾ ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 11,250 ആണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെയാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ബോഡിയിൽ. പ്യുവർ കാഞ്ചീപുരത്തിൽ വന്നിരിക്കുന്ന സാരീസ് 11,250. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ നല്ലൊരു മസ്റ്റർഡ് യെല്ലോ, നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ. സാരി നമ്പർ 6 ആ സെയിം ഡിസൈൻ തന്നെയാണ്, തൊട്ട് മുമ്പ് കാണിച്ചതിൻ്റെ അതേ ഡിസൈൻ. ബോഡിയെ കൂടെ ആഡ് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. സാരി നമ്പർ 6. മുന്താണിയിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ ഒരു ലൈറ്റ് പീച്ച് ടോൺ. അതിൻ്റെ ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ഒരു ബ്രൊക്കേഡ് വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. സെറിയും ഗോൾഡനും ഒരു ലൈറ്റർ ഗോൾഡനും കൂടെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പാറ്റേൺ ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ തന്നെ വരും. ഹോൾ ബോഡി ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു ലൈറ്റ് പീച്ച്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 11,250. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ കോൺട്രാസ്റ്റ് വരുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ ആ ഒരു പിങ്കിൽ തന്നെ വരുന്ന ബ്ലൗസ്, അതായത് മുന്താണിയുടെ അതേ കോൺട്രാസ്റ്റിൽ തന്നെ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 7. സാരി നമ്പർ 8 നോക്കിയാൽ നല്ലൊരു കിങ്ഫിഷർ ബ്ലൂ. അതിനകത്തും നമുക്ക് ബോഡിയിൽ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഇതിനകത്ത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡായിട്ട് വരും കേട്ടോ. നമുക്കൊരു ചെറിയൊരു ഡബിൾ ഷെയ്ഡോട് കൂടി വരും. നല്ല ഭംഗിയാണ് ഈ ഒരു കളറ് നല്ല ഭംഗിയാണ്. അതിനകത്ത് ഡിസൈൻ വരുന്നത് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെയൊരു ഡിസൈനും പിന്നെ ഈ ഒരു ഡിസൈനും കൂടെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് ബോഡിയിൽ വരുന്നത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെയും ബ്ലൗസ് പീസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് പീസാണ്, സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാട്ടോ. ഇങ്ങനെ ഫുൾ ആ ഒരു ഡോട്ട് ഡിസൈൻ സാരിയിൽ വന്നിരിക്കുന്ന ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു വീവ് ഡിസൈൻ വന്നിരിക്കുന്ന ബ്ലൗസ്. ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുൾ ബോഡി ഇതേ ഇങ്ങനെ തന്നെയാണ്, സെയിം ഡിസൈൻ തന്നെ ഫുൾ ബോഡിയിൽ. സാരി നമ്പർ 8. സ്ലൈറ്റ്ലി ഒരു ബ്ലൂ ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടോൺ. അടുത്തത് വരുന്നത് ഒരു പിങ്ക് ആൻഡ് ഒരു ഗോൾഡൻ യെല്ലോ ആണോ ഇത്, ഒരു
ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല, അല്പം ഒരു ഇങ്ങനെ ഒരു ടോൺ, ഒരു യെല്ലോയിഷ് ടോണാണ്, ഒരു റസ്റ്റ് യെല്ലോ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടോൺ. 9. മുന്താണി ഇതാണ് മുന്താണിയുടെ ഷെയ്ഡ് വരുന്നത്. റേറ്റ് വരുന്നത് 10,590. 10,590. ബ്ലൗസ് വരുമ്പോൾ ആ ഒരു ഈ ഒരു ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. ഇതിനകത്ത് ബോഡിയിൽ ഇങ്ങനെ ആ ഒരു ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ആ ഒരു ഡിസൈനും വരുന്നുണ്ട്. ഫുൾ ബോഡിയിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. സാരി നമ്പർ 9. സാരി നമ്പർ 10. 10 വരുമ്പോൾ ഒരു മസ്റ്റാർഡ് ഗോൾഡൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ. ഭയങ്കര ബ്രൈറ്റ് ഇങ്ങനെ മാംഗോ യെല്ലോ പോലത്തെ യെല്ലോ അല്ല കേട്ടോ, ഇത് കുറച്ചും കൂടെ ഒരു ഗോൾഡൻ യെല്ലോ എന്ന് പറയാം, അങ്ങനെ ഒരു യെല്ലോ. സാരി നമ്പർ 10. എന്നിട്ട് ആ ഗ്രീനിഷ് ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 10,590. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ലൈറ്റർ ചോക്ലേറ്റ് ബ്രൗൺ ടോൺ, സാരി നമ്പർ 11. ലൈറ്റർ ചോക്ലേറ്റ് ബ്രൗൺ ടോൺ, സാരി നമ്പർ 11. ഇതിൻ്റെ ഉണ്ടോ ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു ഡിസൈൻ, എന്നിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളറും നല്ല രസമുള്ള സാരി. സാരി നമ്പർ 11. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 11,850. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോഴും ഇങ്ങനെ ആ ബോർഡർ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഭാഗത്ത് ഈ ഒരു ഡിസൈനും സെൻറ്ററിൽ വേറൊരു ഡിസൈൻ, അങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരും. ഫുൾ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ കണ്ടിന്യൂ ചെയ്ത് വരും. ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ. സാരി നമ്പർ 12. 12 വരുമ്പോൾ ഒരു നല്ലൊരു പിങ്ക്, ഒരു നല്ലൊരു പേസ്റ്റൽ പിങ്ക് ടോൺ, സാരി നമ്പർ 12. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ ഒരു വീവ് പാറ്റേൺ ഉണ്ട്, എന്നിട്ട് 2 ബോർഡറും കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 12. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. പ്ലെയിൻ അല്ല, സ്ലീവ് എൻഡിൽ ഇതിന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 11,850. അടുത്തത് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ. പേസ്റ്റൽ ഗ്രീനിൽ ഇങ്ങനെ ഒരു സിക്സാക്ക് പാറ്റേണിലാണ് ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ 2 ബോർഡറിലും ആ ഒരു സിക്സാക്ക് പാറ്റേൺ വന്നിട്ട് ബോർഡറിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ആ ഒരു ഡിസൈൻ ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് വരും. സാരി നമ്പർ 13. മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ എൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ്. ഈ സിക്സാക്ക് പാറ്റേൺ വരുന്ന ബ്ലൗസാട്ടോ, എനിക്ക് മാറിപ്പോയി. ഈ സിക്സാക്ക് പാറ്റേൺ വരുന്ന ബ്ലൗസാണ്. ബോഡിയിലെ അതേ ഡിസൈൻ തന്നെ വരും. സാരി നമ്പർ 13. പേസ്റ്റൽ ഗ്രീൻ. എല്ലാം പുതിയ പുതിയ ഡിസൈൻസ് ആട്ടോ. അടുത്തത് വരുന്നതും നല്ലൊരു ഗ്രീനിഷ് ടോൺ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനിഷ് ടോൺ, സാരി നമ്പർ 14. ബോട്ടിൽ ഗ്രീനിൻ്റെ പോലെ അത്രയും ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ അല്ല. അതിൻ്റെ വൺ സൈഡ് ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ, ഹാഫ് പോർഷൻ ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ചെറിയ സെറിയുടെ ഒരു ചെറിയ മോട്ടീവ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. സാരി നമ്പർ 14. ഫുൾ ബോഡി നമുക്ക് വരുമ്പോൾ ഇതേപോലെയാണ് ഫുൾ ബോഡി വരുന്നത്. ഇങ്ങനെ വരും ഫുൾ ബോഡി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്, നല്ലൊരു ഗ്രീനിഷ് ടോൺ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 12,250. 12,250.
അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ 15. പേസ്റ്റൽ ഗ്രീനിൽ അതെ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഒരു ത്രെഡ് വീവ് ഡിസൈനും ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഇതേപോലെ സെറിയുടെ ഒരു ഡിസൈനും കൂടെ വന്നിരിക്കുന്നത്. സാരി നമ്പർ 15. ഇതിൻ്റെ സെറിയുടെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി തിളങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ, ഭയങ്കര ബ്രൈറ്റ് സെറി അല്ല, നല്ല സറ്റിലായിട്ട് നമുക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ തോന്നുകയില്ല, നല്ല സറ്റിലായിട്ട് അതിൻ്റെ ആ സെറിയുടെ ഒരു വ്യൂ പാറ്റേൺ വന്നിരിക്കുന്നത്. ഹോൾ ബോഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഹോൾ ബോഡിയിൽ ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകും, ഇതേപോലെ വരും. ത്രെഡിൻ്റെ വ്യൂവും എന്നിട്ട് സെറിയുടെ ഓരോ മോട്ടീവ്സ് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 15. റേറ്റ് വരുന്നത് 12,250. 12,250. പേസ്റ്റൽ ഗ്രീൻ. അടുത്തത് വരുന്നത് ഇത് നല്ലൊരു സഫയർ ഗ്രീൻ്റെ ഒക്കെ അല്പം കൂടെ ലൈറ്റായിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 16. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡ്. അതിനകത്തത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ബോഡിയിൽ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ പോലെ പോന്നിട്ട് ബോർഡറിൽ ഈ ഒരു ഡിസൈൻ, 2 ബോർഡറിലും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോഡി അങ്ങനെ തന്നെ വരും. മുന്താണി വരുമ്പോൾ മുന്താണിയിലും സെൻറ്റർ 2 സൈഡിലും ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന ഡിസൈന്, സെൻറ്റർ പോർഷനിൽ വേറൊരു ഡിസൈനും. സാരി നമ്പർ 16. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 11,450. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്യുവർ കാഞ്ചീപുരത്തിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതുകൂടാതെ നമുക്ക് ഷോപ്പിൽ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് സാമ്പിൾ പീസസ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.